ഒരു അതിർത്തി ഗ്രാമത്തിൽ, കർണാടകയിലെ അതിർത്തി ഗ്രാമത്തിൽ ജനിച്ച് ദിവസം സ്കൂളിൽ പോകാൻ വേണ്ടി 5 കിലോമീറ്ററോളം മല ഇറങ്ങണം, വൈകിട്ട് മല തിരിച്ചു കയറണം. സാധാരണ ഏറ്റവും സാധാരണമായൊരു കർഷക കുടുംബത്തിലെ ഉള്ളൊരു ജനിച്ച ഒരാളാണ്. അവിടെ നിന്നാണ്, അവിടെ നിന്നൊരു ഉന്നത വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ അന്നത്തെ ആ ഗ്രാമത്തിൻ്റെ ഒരു ഇതിൽ ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. അവിടെ നിന്നാണ് തേവരയിൽ വരുന്നു, പിന്നീട് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ വരുന്നു, JNUവിൽ വരുന്നു. ഇതിനിടയിൽ രാഷ്ട്രീയമൊക്കെ കടന്നു വരുന്നു. രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ, ഈ കുട്ടിക്കാലവും അവിടെ നിന്നുള്ള ഒരു വിദ്യാഭ്യാസ കാലവും അതെങ്ങനെയായിരുന്നു ആ കടന്നു വരും? ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊരു സ്വപ്നം പോലെയാണ് പലതും തോന്നുന്നത്. കാരണം ഞാൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിങ് കഴിഞ്ഞ് നമുക്ക് റിസൾട്ട് വരാൻ ഏകദേശം 1 മാസം കാലയളവിൽ ഞാനൊന്ന് എൻ്റെ ജനിച്ച നാട്ടിലൊക്കെ ഞാൻ പോയിരുന്നു. ഒരു 2 ദിവസം ഞാൻ അതിലൂടെ നമ്മുടെ ബന്ധുവീടുകളിലൊക്കെ ഒന്ന് പോകാൻ സ്ഥലത്തൊക്കെ പോയി. ഞാൻ അതിലൂടെ കടന്നു പോയപ്പോൾ എൻ്റെ പഴയ കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് കടന്നു വന്നു. എനിക്ക് നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്നാണ് നമ്മൾ കടന്നു വന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടം വരെ എത്തിയത് എന്ന് എനിക്ക് എന്നെ തന്നെ വിശ്വസിപ്പിക്കാനായിട്ടൊരല്പം സമയമെടുക്കുമായിരുന്നു. കാരണം അത്രയ്ക്കും വളരെ പിന്നോക്കമായിട്ടുള്ളൊരു സാഹചര്യമായിരുന്നു അത്. ഒരു കണ്ണൂർ ജില്ലയിൽ ഉദയഗിരിക്കടുത്ത് താബോർ എന്ന് പറയുന്ന ഒരു കുടിയേറ്റ മലയോര ഗ്രാമമാണ്. അവിടെ നിന്നൊരു, താങ്കൾ പറഞ്ഞ പോലെ, ഒരു 10-15 കിലോമീറ്റർ പോയാൽ കർണാടക അതിർത്തിയാവും. അപ്പം ഞങ്ങൾക്ക് അന്നവിടെ നമ്മുടെ നാട്ടിൽ ആകെ ഉള്ളത് ഒരു 4ാം ക്ലാസ് വരെയുള്ള ഒരു സ്കൂൾ മാത്രമാണ്. ഒരു കിലോമീറ്റർ വീട്ടിൽ നിന്ന് പോയാൽ നമുക്ക് ആ സ്കൂളിൽ ചെല്ലാൻ പറ്റും. ഈ 4ാം ക്ലാസ്സിന് ശേഷം നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരു 5 കിലോമീറ്റർ അപ്പുറത്തേ ഉള്ളൂ ഒരു സ്കൂളുള്ളൂ. അപ്പോൾ ഈ 5 കിലോമീറ്റർ നമുക്ക് കൃത്യമായിട്ട് പൂർണ്ണമായ എല്ലാ റോഡില്ല, വാഹനങ്ങളില്ല. അപ്പോൾ നടന്നു പോവുക എന്നുള്ളത് മാത്രമേ നമ്മുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ രാവിലെ പോകാൻ നല്ല സുഖമാണ്, കാരണം മല ഒരു കല്ലിൽ നിന്ന് അടുത്ത കല്ലിലേക്ക് ചവിട്ടി നമ്മൾ മല ഇറങ്ങിയാൽ മതി. പക്ഷേ വൈകുന്നേരം തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ വായു വലിക്കുന്നത്. അപ്പോൾ ആ മല മുഴുവൻ 5 കിലോമീറ്ററോളം നമ്മൾ നടന്ന് കയറുക എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു എഫേർട്ട് തന്നെയായിരുന്നു. അപ്പോൾ പക്ഷേ നമ്മുടെ ആ കാലഘട്ടത്തിൽ നമുക്ക് അതിനപ്പുറത്തൊരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഡെയിലി ഇങ്ങനെ ഒരു 10 കിലോമീറ്റർ 10ാം ക്ലാസ് വരെ നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിലാണ് പഠിച്ചതും. നമ്മൾ 10ാം ക്ലാസ്സിൽ ഇപ്പം ഞങ്ങളുടെ സ്കൂളിൽ, ഞാൻ പഠിക്കുന്ന സ്കൂളിൽ ഇന്നിപ്പോൾ ഫുൾ A+ഉം അതുപോലെ തന്നെ 100% വിജയവുമൊക്കെ പറയുന്ന ഗവൺമെൻറ് ഹൈസ്കൂൾ തിരുമേനി. അപ്പോൾ എൻ്റെ സ്കൂളിൽ അന്ന് നമ്മളൊക്കെ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള ബഹുഭൂരിപക്ഷ ആളുകൾക്കും 10ാം ക്ലാസ് പരീക്ഷ എഴുതുക, SLC ബുക്കൊന്ന് കിട്ടുക, പാസ്സാകുക എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു വലിയൊരു അച്ചീവ്മെൻ്റാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ സ്കൂളിലാകെ, എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഞാൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന വർഷം ആകെ നമ്മുടെ സ്കൂളിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് 3 ഫസ്റ്റ് ക്ലാസ്സാണ്. 3 ഫസ്റ്റ് ക്ലാസ്സിൽ 1 എനിക്കായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ അന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിലൂടെ കടന്നു വന്ന് പിന്നീട് എങ്ങനെയെങ്കിലും പഠിച്ച് രക്ഷപ്പെടണം, ഈ മലയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങി ഈ ദുരിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് എറണാകുളം തേവര കോളേജിൽ വന്ന് പ്രീ ഡിഗ്രിക്കും ഡിഗ്രിക്കും ഒക്കെ ചേരുന്ന 5 വർഷക്കാലം അവിടെ പഠിച്ചു. പിന്നീട് കിരൺ പറഞ്ഞ പോലെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ MAയും അതുപോലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ MPhilലും ഒക്കെ ചെയ്യാനുള്ള അവസരം ലഭിച്ചത്. രാഷ്ട്രീയം അതിനോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു വന്നത് എന്നുള്ളത് ഇപ്പോൾ ഓർക്കുമ്പോൾ തന്നെ നമുക്കും ഒരു തരത്തിൽ ഒരു വലിയൊരു അത്ഭുതമായിട്ട്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വരുന്ന കുട്ടികളൊക്കെ അവർ ആ ജീവിത സാഹചര്യവുമായി ഒത്തുപോകുക. അപ്പോൾ കൂടെ പഠിച്ചവരുമൊക്കെ പലരും അങ്ങനെയൊക്കെ ആയിരിക്കും പോയത്. പക്ഷെ അവിടെ നിന്ന് അതല്ല, ഒരു ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പോകണം എന്നൊക്കെ, ഈ മലകയറ്റം ഇറക്കുന്നതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് വന്നത് എങ്ങനെയാണ്? അല്ല, അത് എൻ്റെ മാതാപിതാക്കൾ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെയൊക്കെ വളർത്തിയത്. അവർ സാധാ കർഷകരായിരുന്നു. അപ്പോൾ അവർക്ക് ഈ ഒരു മലയോര കർഷകൻ്റെ എല്ലാ ദുരിതങ്ങളും അനുഭവിച്ച ഒരു കുടുംബം എന്ന നിലയിൽ അവർക്ക് അവരുടെ മക്കൾ നല്ല രീതിയിൽ പഠിച്ചു വരണം, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നുള്ളൊരു അതിയായ ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. അതിനുവേണ്ടി ഒത്തിരി കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 മക്കളാണ്, ഞാൻ ഏറ്റവും ഇളയ ആളാണ്. അപ്പോൾ ഞങ്ങളെ 3 പേരെയും അവിടെ നമ്മുടെ ആ പ്രദേശത്ത് ഒരു ശരാശരി ഏത് കുടുംബം എടുത്ത് പരിശോധിച്ചാലും 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു പാരലൽ കോളേജിൽ പോയി പ്രീ ഡിഗ്രിക്ക് ചെയ്യുക. അതിന് തന്നെ മുതിരുന്നവർ വളരെ ചുരുക്കമായിരിക്കും. പക്ഷേ ഞങ്ങളെ 3 പേരെയും പഠിപ്പിക്കണമെന്നുള്ള അതിയായ ആഗ്രഹം മാതാപിതാക്കൾക്കുണ്ടായി. അതുകൊണ്ട് തന്നെ ഞങ്ങളെ നല്ല കോളേജുകളിൽ വിട്ട് പഠിപ്പിക്കാനായിട്ടുള്ള ഒരു എഫേർട്ട് അവരെടുത്തു. ഞങ്ങൾ 3 പേരും ഇത്തരത്തിൽ പുറത്തുപോയി പഠിക്കാനുള്ളൊരു സാഹചര്യം അവരൊരുക്കി തന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായി മാറിയത്. അതുകൊണ്ടാണ് ഞാൻ എറണാകുളം തേവര കോളേജിൽ തന്നെ, കേരളത്തിലെ തന്നെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു കോളേജിൽ വന്ന് പഠിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായത്. നമ്മുടെ
റിലേഷനിലുള്ള ചില ആളുകൾ, എൻ്റെ അമ്മയുടെ ആങ്ങളമാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ കുറച്ച് പഠിച്ച് നല്ല രീതിയിലേക്ക് ഉയർന്നു വരാനൊക്കെ സാധിച്ച ആളുകളൊക്കെ ആയിരുന്നു. അവർ വേറെ സ്ഥലങ്ങളായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഒരു മോട്ടിവേഷനിൽ ഞാൻ തേവര കോളേജിൽ വരുന്നു, പഠിക്കുന്നു. പിന്നീട് ഈ പറഞ്ഞ രീതിയിലേക്ക് JNUവിലേക്കൊക്കെ എത്താനായിട്ട് സാധിച്ചു. അല്ല, യഥാർത്ഥത്തിൽ ആ ഒരു ജീവസാഹചര്യം കൊണ്ടാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ JNU വരുന്ന കാലത്താണ് എനിക്ക് റോജിയെ പരിചയം. അപ്പം അന്ന് പോലും പുറത്ത് ജോലി ചെയ്തിട്ടുണ്ട്, രമേശ് ഷാനവാസിൻ്റെ കൂടെ ജോലി ചെയ്യുന്നു. അങ്ങനെ പല ജോലികൾ അന്ന് ജോലിയും കൂടെ ചെയ്തുകൊണ്ടാണ് പഠനം പൂർത്തിയാക്കിയത്. ഞാൻ തേവര കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ജോലി ചെയ്യാറുണ്ടായിരുന്നു. കാരണം അന്ന് അപൂർവം ആളുകൾ അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. ഇപ്പോൾ ഞാൻ അന്ന് പല ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് ഹോസ്റ്റലിൽ മറ്റു കുട്ടികളുടെയൊക്കെ കൂടെ നമ്മൾ പല സ്ഥലങ്ങളിലും ജോലിക്ക് പോയിട്ടുണ്ട്. കാരണം നമുക്ക് വീട്ടിൽ നിന്ന് ഒരു മാസത്തേക്ക് നമുക്ക് കിട്ടുന്ന തുക എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡാണ്. അത് നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും ചിലപ്പോൾ തികഞ്ഞൊന്നും വരില്ല. അപ്പോൾ നമ്മൾ സൈഡായിട്ട് ജോലി ചെയ്യുമ്പോൾ അത് ഡിഗ്രി കാലയളവിലൊക്കെ നമുക്കൊരു എക്സ്ട്രാ വരുമാനമാണ്. പിന്നീട് JNUവിൽ ഡൽഹിയിൽ വരുന്ന സമയത്തും നമുക്ക് ഇതുപോലെ തന്നെ നമ്മളെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പണം വീട്ടിൽ നിന്ന് ലഭിക്കാനുള്ള സാഹചര്യമില്ല. അങ്ങനെയാണ് ഞാൻ പല ജോലികൾക്കും പോയിട്ടുണ്ട്. ഇപ്പോൾ അന്നത്തെ MP ആയിരുന്ന ശ്രീ രമേശ് ഷാനവാസിൻ്റെ കൂടെ ഞാൻ പാർലമെൻ്ററി അസിസ്റ്റൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷനിൽ ഞാൻ കുറച്ച് കാലം, അന്ന് നമ്മുടെ മുൻ DGP ആയിരുന്ന റോയുടെ ചീഫൊക്കെ ആയിരുന്ന ഹോർമിസ് തരകൻ സാറിൻ്റെ കൂട്ടത്തിൽ ഞാൻ റിസർച്ച് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ വീട്ടിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാരമ്പര്യം അങ്ങനെ ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എൻ്റെ വീട്ടിലാരും അങ്ങനെ ഒരു രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുള്ള ആളുകൾ ഇല്ല. മാത്രവുമല്ല, വീട്ടുകാർക്ക് അന്നും ഇന്നും ഇതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടോ എന്ന സംശയം എനിക്കുണ്ട്. ഞാൻ ഈ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ തേവര കോളേജിൽ യൂണിയൻ ചെയർമാനൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ സജീവമായിട്ട് KSU ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും അതിനുശേഷം തേവരയിൽ തന്നെ എൻ്റെ പഠനം തുടരാനായിട്ടാണ് എൻ്റെ ആഗ്രഹം. കാരണം എൻ്റെ മനസ്സിൽ ഈ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഒരർത്ഥത്തിൽ എന്നെ രാഷ്ട്രീയത്തിൽ നിന്നും അകറ്റാൻ വേണ്ടിയിട്ട് കൂടിയാണ് വീട്ടുകാർ നിർബന്ധിച്ച് എന്നെ ഹൈദരാബാദിലേക്ക് വിടുന്നത്. വെച്ചാൽ നാട്ടിൽ നിന്ന് പാക്ക് ചെയ്താണ്. കാരണം ഇവിടെ നിന്നാൽ ഇനി രാഷ്ട്രീയം കളിച്ച് നശിച്ചു പോകും എന്നുള്ള ചിന്ത സ്വാഭാവികമായിട്ടാണ് എല്ലാ മാതാപിതാക്കളും. കാരണം അവർ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മളെ അത്ര കഷ്ടപ്പെട്ട് സാമ്പത്തിക ബാധ്യതയൊക്കെ ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ എറണാകുളത്ത് വിട്ട് പഠിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ രാഷ്ട്രീയം കളിച്ച് നശിച്ചു പോകരുതെന്ന ആഗ്രഹത്തോടു കൂടി അവർ എന്നെ ഹൈദരാബാദിലേക്ക് പഠിക്കാൻ വിട്ടു. അപ്പോൾ ഹൈദരാബാദിൽ ചെന്നപ്പോൾ എനിക്ക് അവിടെ അത്ര ആ കാലഘട്ടത്തിൽ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഇന്നുള്ളതുപോലെ വലിയൊരു പൊളിറ്റിക്സിൻ്റെ ഒരു ക്യാമ്പസ് ഒന്നും അല്ലായിരുന്നു, അന്തരീക്ഷം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മുടെ ആഗ്രഹം എങ്ങനെയെങ്കിലും JNUവിൽ എത്തിപ്പെടുക എന്നുള്ളതായിരുന്നു. കാരണം JNUവിനെ കുറിച്ച് നമ്മൾ ഒത്തിരി കേട്ടിരിക്കുന്നു, JNUവിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ MPhilന് പിന്നെ JNUവിൽ വരുന്നു. JNUവിൽ അവിടെ വന്നപ്പോഴും രാഷ്ട്രീയം തുടർന്ന് അവിടെ കൗൺസിലറായിട്ടൊക്കെ ജയിച്ചു. അപ്പോൾ ആ കാലഘട്ടങ്ങളിലൊക്കെ ഞാനിപ്പോൾ ഉദാഹരണത്തിന് തേവര കോളേജിൽ ഞാൻ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നത് വരെ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല, മത്സരിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമാണ് ഞാൻ വീട്ടിൽ വിളിച്ചു പറയുന്നത് ഞാൻ ഇങ്ങനെ ഇലക്ഷൻ മത്സരിച്ചു, വിജയിച്ചു എന്ന്. അപ്പോൾ അവർക്കപ്പോഴും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യമൊന്നുമല്ല. അപ്പോൾ രാഷ്ട്രീയത്തിൽ വരുന്നതിനോട് ആ കാലഘട്ടങ്ങളിൽ അവർക്കതിനോട് അന്ന് അവരെ സംബന്ധിച്ച് അവരുടെ ഒരു ചിന്തയിൽ അവർക്കത് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അംഗീകരിക്കാൻ സാധിക്കുന്ന ഒന്നായിരുന്നില്ല. അവർക്ക് രാഷ്ട്രീയത്തോട് എതിർപ്പൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ സ്വാഭാവികമായും ഏത് മാതാപിതാക്കൾക്കും ഉണ്ടാകുന്നത് പോലെയുള്ള ഒരാശങ്കയായിരുന്നു. മക്കൾ പഠിച്ചെങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളെ കഷ്ടപ്പെട്ട് ഓരോ സ്ഥലത്തേക്ക് വിടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു. അല്ലാതെ രാഷ്ട്രീയത്തിൽ കുടുംബത്തിൽ നിന്നുള്ള ആരും അങ്ങനെ സജീവമായിട്ടുണ്ടായിട്ടില്ല.